ഹലോ ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6ാമത്തെ ദിവസമാണ് ഡെയിലി വ്ളോഗ്. ആറൊക്കെ എത്തി. നിങ്ങളൊന്നും അറിയില്ല, 5 എടാ 5 6ാമത്. ഇവർക്കൊന്നും തലയ്ക്ക് വെളിവില്ല. അപ്പൊ നമ്മളിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു 8-8:15 ആയിരിക്കുന്നു. ഡെയിലി വ്ളോഗാണ്, അതായത് ഒരു ഡെയിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കണം. പക്ഷെ നമ്മളെ കാണുന്നില്ല. അതെ, നമുക്ക് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കാണിക്കാൻ പറ്റുന്നില്ല. അതാണ് വിഷയം. നമുക്ക് വർക്കിനൊക്കെ പോകണല്ലോ അല്ലേ? അതാണ് എല്ലാരും വർക്ക് ഇല്ലാത്തവരുണ്ട്. അത് നമ്മൾ കണക്ക് പറ്റില്ല. വർക്കിന് പോണവരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും നമ്മളിപ്പോഴാണ് ഫ്രീ ആവുക. അതുകൊണ്ടാണ് നമ്മളിപ്പോ വന്നത്. പിന്നെ നമ്മളിപ്പോ എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ മന്തി കഴിക്കാൻ പോവാണ്. കൊറേ ആയി ഒരു മന്തി കഴിച്ചിട്ട്. ഇപ്പൊ മന്തി കഴിച്ച് തുടുത്ത് തടിച്ചു വന്നതിന് പൊക്കം മെലിഞ്ഞു പോയി. അപ്പൊ വേഗം ഞാൻ പോയി മന്തി കഴിച്ചിട്ട് തുടുത്ത് വരട്ടെ. തുടുത്ത് കുട്ടപ്പനായിട്ട് വരാം. മന്തി അങ്ങനെ കടയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ മന്തിക്കട എത്തിയിട്ടുണ്ട്. മന്തിക്കട ഇവിടെ ഭയങ്കര ആൾക്കാരാണ്, അതുകൊണ്ട് ഒച്ച സംസാരിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും. അതാണ് അപ്പഴേ ഞങ്ങൾ തിന്നിട്ട് വരാം, മന്തി കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മള് മന്തിക്കട കയറി ഞങ്ങൾ ഇറക്കി വിട്ട്. സീറ്റില്ലാതെ ഇറക്കി വിട്ട് ലാസ്റ്റ് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിരിക്കാം. അക്ഷയ്ക്ക് വിശന്നിട്ട് ബോധാക്ഷയം വന്നിട്ട് ആദർശ് സബിനെ കൂട്ടാൻ ഇതാ കഴിഞ്ഞു. സബിനെ കൂട്ടിയിട്ട് ഇതാ വന്ന് കഴിഞ്ഞു. ഇതാ ഞങ്ങള് വീഡിയോ ഉടക്കിയപ്പോഴേക്കും വന്ന്. എന്ത് കഷ്ടം. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഇട്ടത് തന്നെയാണ്. നല്ല നല്ല തണുപ്പാണ്. അപ്പൊ ഇതിട്ട് കമ്പിളിപ്പപ്പ് അതിലുണ്ട്, നല്ല നൈസാണ്. അതുകൊണ്ടാണ് ഇതിട്ട്. പ്രൊമോഷൻ ആണ്. അപ്പം ഇനിയിപ്പം മന്തി സബിനെ കാണിക്കണേ. സബിന് അവിടെ വന്നത് കോളാട്ടോ. എന്ത് ചെയ്യാ കുട്ടിന്റെ മരുന്നൊക്കെ വാങ്ങാൻ നിൽക്കുന്ന നല്ല ആളാണ് ഇവിടെ. കൂടുതലാ, ഓവറാളാ. കളിക്കാലേ. ഒരാള് ഇങ്ങനെ വന്നാൽ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കൈകൊണ്ടൊന്നും ചെയ്യാനില്ല. കടിച്ച് പട്ടി കടിച്ച് പറയും. അപ്പൊ ഞങ്ങൾ കൊറേ നേരമായി ഞങ്ങളെ ലാഗ് അടിപ്പിക്കുന്നത്. ഞങ്ങളെ മാത്രം അവോയ്ഡ് ചെയ്യാണ്. എന്തൊരവസ്ഥ ആലോചിക്കണേ. എനിക്ക് വിഷമില്ല. അതെ, ഇപ്പം കുറെ നേരം പ്രസവിക്ക് പറഞ്ഞിട്ട് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മൾ 4 ആൾക്കാരുണ്ട്. ഷബിലുണ്ട്. ഷബില് അദർശ് വിളിച്ചാൽ പിന്നെ മന്തിനെ വരാണ്ട് കാണില്ല. രാത്രി മന്തി. അപ്പൊ ഞങ്ങൾ മന്തി തിന്നട്ടെ. നമ്മൾ പിന്നെ ലാഗാണ്. അക്ഷയ ഭ്രാന്തെടുത്തിട്ട് ഇതിന് ബീപ്പ് ഇടാൻ എന്നെ കൊണ്ട് വയ്യ. ശരിയല്ലോ. അമ്മേ മാമവാദി ചെയ്യും. മാന്യന്മാരുള്ള ആരും കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പൊ മാന്യനാണ്, നല്ല മഴയാണ്. അതെ, എക്സ് മാന്യൻ. അതെ, ഓർക്കും കത്ത് അടക്ക് കത്ത്. അതെ
നേരത്തെ അവന്റെ കയ്യിൽ നിന്ന് അറിയാണ്ടൊരു സാധനം ചോറെന്തെങ്കിലും കൊണ്ട് ചോറ് തീറ്റിച്ചിട്ട് വരുമോ ആള് പോയിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങനത്തെ കഥയാ അത് പറയൂ. എന്ത് കഥയാ പറയും. എന്ത് എന്താ കൊടുത്ത് അതില്ല അതില് സെൻസർ തട്ടി വേഗം പോയി. അപ്പൊ ഈ അടുത്തെന്താ സത്യം പറയണ ഇന്ന് വല്ലാണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. അനക്കെന്ത് വെയിറ്റിംഗ് ഉണ്ടല്ലേ? രാത്രി 9 മണിക്ക് വന്നിനെ അയ്യോ പിന്നെ വിളിക്കുന്നില്ല, പരാതി. പിന്നെ വിളിക്കണ്ടേ അല്ലേ? അല്ല അതിന്റെ മാന്യതാണ്. നമ്മളെ എന്റെ വീടിന്റെ എടുത്ത് വന്ന് വന്നി പിന്നെ വിളിച്ചില്ല വെച്ചാൽ അവർക്കല്ലേ കുറവ്. ഞാൻ വിളിച്ച് കാരണം ഓനെ പുറത്ത് വിളിച്ചില്ല വന്തിനെ. എന്റെ വീടിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ വിളിച്ചില്ല വെച്ചാൽ അങ്ങനല്ല. പോയി പിന്നെ ഞാൻ ഒരു വിളിച്ചിട്ട് പോവല്ലേ. എന്നോട് വ്യത്യാസം വിളിച്ചിട്ട് മന്തിക്കുമ്പോ എന്റെ കൂടെ കൊണ്ടുപോകും. പിന്നെ പാവം തോന്നിട്ട് ഞാൻ വിളിച്ചതാ. ആടെ ഏതോ പെണ്ണിനെ കണ്ടു. ഞാൻ അതിന്റെ ഇടയ്ക്ക് മന്തി കാണാത്തൊക്കെ മന്തിയൊക്കെ കാണിച്ചു തരട്ടോ. അത് അങ്ങനെ പൂച്ച കണ്ടിട്ടോ. ചിക്കൻ എന്നാ വന്ന എനിക്കാണ് പൂച്ചനെ പേടിയാണ്. എന്താ എന്താ ഒന്നുമില്ല. എന്ത് ക്യാമറ ആയിട്ട് തിരിച്ചാണ് തൊള്ളായിട്ട് പെരുമൂക്കായിട്ട് വരും. അല്ലാതെ അന്റെ മുടി തോന്നി ഈ കസറ്റില്ലേ നടക്കൂരണം. എടാ അന്റെ ഫാൻസ് പറയും ഇനിയും മുടി കളിക്കാതെ. എന്റെ മുടിയല്ലേ എനിക്ക് കളിക്കാം. ഇതെന്തേ താപ്പതി എൽക്കേജി കുട്ടിയോ പള്ളന്ന് കാട്ടിക്കൊടു വയറ് കാണല്. എടാ അത് മറ്റേ ചങ്ങായി ഓനെന്തെങ്കില്ല ഇത് തന്ത തന്ത നല്ല മയോണൈസ് ഉണ്ടാക്കിണ്ടാവും. എവിടെ അവിടെ മയോണൈസ് ഉണ്ടാക്കി ആ കയ്യൊക്കെ ഓവറായിക്കണ്ട തിരിച്ച് കയറ്റി കൊടുക്കും. ഭയങ്കര കേട്ടോ. സ്ഥലവും പ്ലേസും ഒന്നും ഞങ്ങൾ പറയില്ല. ഇനി നമ്മളെ ഇരുട്ടത്തൊന്നും അടിച്ചാലും കാപ്പാടെ 250 പേരാ. അതന്നെ ഒക്കെ അറിയുന്നവരല്ലേ കാണുന്നത്. ഇതിപ്പോ ഒരു 10,000-2000 ഒരു 600 1 മില്യനൊക്കെ ആൾക്കാർ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് സബിന് ഈ പറഞ്ഞ വെറുതെ ഒരു സബിന് ഞങ്ങൾക്കുണ്ട് 12 മില്യൺ. 13 പോലെ അത്ര മില്യൺ ഉള്ള ആൾക്കാർ എന്നിട്ട് ആദർശം ചെയ്തായിരുന്നു. എങ്ങനെ ഓരോ മില്യനും പ്രശസ്തി ഉണ്ട്. എഫേർട്ട് അതെ ഞാൻ കുറെ കഷ്ടപ്പെടുന്നു. ഞാൻ നല്ല കഷ്ടപ്പെടുന്നു. ഇവര് കഷ്ടപ്പെടുന്നില്ല അല്ല, ഞാൻ നല്ല കഷ്ടപ്പെടുന്നു. അതെ അതെ അതിൽ എനിക്ക് വേറെ ആരെന്ത് പറഞ്ഞാലും അയ്യോ
ഇതിപ്പോ ബ്ലോഗില് രണ്ടാമത്തെ പ്രാവശ്യം ഇത് ആൾക്കാർ എന്താ ഓനെ പ്രൊമോഷൻ ചെയ്തിട്ടോ സ്പീഡാക്കാൻ ആദ്യം ഇങ്ങനെ എന്തില്ല അങ്ങനെ ചിലപ്പോ ലേഖ വന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ അരി ഇട്ടില്ല അതാണ് രണ്ടാമത്തെ അരി ഇട്ടിങ്ങനെ ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കളിക്കുന്നോണ്ട് പേടിയാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടാമത് അരി ഇടാൻ പോയിട്ട് രണ്ടാമത് അരി ഇടാൻ എന്താ ഇനിയിപ്പോ എന്താ കാണാല്ലേ വെച്ചിട്ടുണ്ട് നമ്മളെ ഇടക്കിടക്ക് യാത്ര പോയിട്ടല്ലോ കൊച്ചിയിലേക്ക് ഇനി അങ്ങനെയൊക്കെ പറയും നിങ്ങൾ രണ്ടാളായിട്ട് പോകലേ ഞാൻ ഇവനെ വിടൂല എന്തായാലും എന്നാലും ഞാൻ വരൂല ഞാൻ വരൂല വ്ളോഗ് സത്യം ഞാൻ വരൂല ഇനി നായി വീഡിയോ ചെയ്യും ഇല്ലല്ലോ ഞാൻ വരൂല ഇനിയിപ്പം വന്നു കഴിഞ്ഞാ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ഇടും ഒന്നും കൂടി ഞാൻ ഇടും ഞാൻ വരൂല അല്ലേ എല്ലാക്കരല്ലേ വേണ്ട രണ്ടാമത്തെ ക്ലാസ്സാകുമ്പോ വെള്ളം ഇതെന്താ സൈഡ് പേഴ്സ് ഒക്കെ എല്ലാവരും കണ്ടുള്ളത് ഇപ്പൊ നേരമുള്ള ഞാൻ കേട്ടോ ഇതൊക്കെ ഞാൻ ഇട്ടും ഇതൊക്കെ ഞാൻ ക്രിയേറ്റർ അപ്പൊ ഫൈനലി മന്തി വന്നിരിക്കുന്നു ഇവന്റ് ചട്നി വെക്കൂ ഉള്ളത് തിന്ന് മൂഞ്ചി പോടാ തുടങ്ങിയോ അപ്പൊ ശരി ഇത് ഇന്നാലും ഫോണിൽ തന്നെ അക്ഷയമൻ നിങ്ങൾ രണ്ടാ ഒരുമിച്ചേ സ്റ്റാർട്ട് അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ഓ അപ്പം ഫോണൊക്കെ എടുത്ത് തിന്നാടി അപ്പൊ നമ്മളങ്ങനെ മന്തി കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പള്ള നിറങ്ങി എമ്പക്കം വിട്ട് നിൽക്കുകയാണ്. ബോധാക്ഷയം വന്ന അക്ഷയ് ഇപ്പൊ എനിക്ക് ഓടാനുള്ള വെപ്പിലാണ്. എനിക്ക് ഓടാനല്ല അവിടെ ഒരു പായിട്ടെടുത്ത് ആര് ലെവലാണ്. സബിനെ ഞാൻ കൊണ്ടാക്കാൻ പോവാണ്. അതെ അവന് വീട്ടിൽ പോണം. അല്ല ഡാഡി സീനാവുന്ന ഞങ്ങളൊരു രാത്രി വീട്ടിൽ പോയായിരുന്നു. നിങ്ങളെ കൈവേട് അപ്പൊ എന്തായാലും സബിനെ വീട്ടിൽ കൊണ്ടാക്കട്ടെ. എന്താ അത് അതിന് മാത്രം വലിയ കഥ. സബിനെ കൊണ്ടാക്കുന്നത് സബിനെ വീട്ടിൽ കൊണ്ടാക്കുമ്പോ ദുർഗരവും പൈശാചികവും പാട്. അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തിട്ടോ, അതായത് എന്റെ വീട്ടിലെത്തി.
ഇവന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അതെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അതെ എന്തായാലും ഇനി നമ്മള് മന്തി കഴിച്ച് ഇത് സെറ്റ് ആയിട്ട് ഇന്നത്തെ വ്ളോഗ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം സെറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനി ബാക്കി അഭിപ്രായമൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. എൻ്റെ ഒരു പേഴ്സണലുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടോ. പിന്നെ പിന്നെ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് എന്ത് വേണം, അതായത് ഇനി അടുത്ത എന്തെങ്കിലും ചലഞ്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ രീതിക്കുള്ള നിങ്ങൾ കമൻറ്റിൽ പറയുക. നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഡെയിലി വ്ളോഗ് വെച്ചാൽ എന്നും ഡെയിലി നടക്കേണ്ട കാര്യങ്ങളാണ് ഇടണ്ടെങ്കിലും നമ്മൾ കുറച്ച് സമയത്തെ കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. നമ്മളെ തിരക്ക് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പം എന്തായാലും നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്താ പറയുക കമൻറ്റിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയുക. ഇമ്പ്രൂവ് ആക്കാണ്ടെങ്കിലോ എന്തെങ്കിലും ആക്കാണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറയാ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ? അതെ അതെ. എന്തായാലും ഈ വ്ളോഗ് കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തായാലും അപ്പോൾ വ്ളോഗ് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൊടുക്കുക. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചാൽ